ഹായ്, ഇന്ന് നമുക്ക് പരിപ്പ് കുത്തിക്കാച്ചി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിന് പരിപ്പ് കഴുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ചടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. 4 വിസിലാവുമ്പോൾ തന്നെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. 4-5 കഷ്ണം ചെറിയ ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി ഇവ നമുക്ക് ചതച്ചെടുക്കാം നന്നായിട്ട്. കാച്ചാനായിട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടണം. കരിഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കതിലേക്ക് കൊത്തുമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ കൊത്തുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പരിപ്പ് അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് കാച്ചിയെടുത്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പരിപ്പ് കുത്തിക്കാച്ചിയത് തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.